ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എമ്പുരാനിലെ സോങ് ഇറങ്ങിയിട്ടുണ്ട്, അസ്രായേൽ എന്ന് പറയും. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം, അതിന് ശേഷം ബാക്കി സംസാരിക്കും. തമോലോകധാര വാഴും ഷഹൻഷാ നീ തന്നെയോ പാരാകെ ചാരും നീയത്തിൻ ചോരാ നിരന്തരമായി വാനം തുളയ്ക്കും തോക്കിൻ്റെ കാച്ചിയതോ ഏലോഹിൻ തൻ്റെ പകയോടെ നിന്റെ ഖിയാമപുരിപ്പിൻ പദം മൂടുമോ തീരോടെ വെല്ലും വിരാട സ്വരൂപം കിരാത സലാരായി കളം മായ്ക്കുമോ തലൈവാ തീരാനിൻ ഗാഥ സ്വർഗാധികാരം തേടാത്ത താരം നീ തന്നെയോ ദൈവങ്ങൾ നിന്റെ ദുർഗങ്ങൾ കണ്ടേ കാതശമാലായി കരതാണ്ടുമോ നീറായി ജനിക്കും നീ നാൾ മരിക്കും വിശാപത്തുരുത്തായിടം മാറുമോ സോങ് എന്തായാലും അടിപൊളിയാണ്. പക്ഷേ പടത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BGMs സ്കോർ ചെയ്തേ അതിനാണ് പടത്തിന് ഒരു പോരായ്മയായിട്ട്. പടം മൊത്തത്തിൽ നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ BGMൻ്റെ ഒരു പോരായ്മയായിട്ട്. കാരണം ഇൻട്രോക്ക് ആയാലും ഇൻട്രോക്കൊക്കെ ഭയങ്കര ശോകം BGM ആയിരുന്നു. പക്ഷേ ദീപക് ദേവ് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഫിർസിന്ദ എന്ന് പറഞ്ഞ ഹിന്ദി സോങ് നല്ലതാണ്. മലയാളം വലിയ കുഴപ്പമില്ല. ആ ക്ലൈമാക്സിലുള്ള ഹിന്ദി സോങ് നല്ല. പിന്നെ ഇപ്പോൾ ഈ അസ്രായേൽ എന്ന് പറഞ്ഞ പാട്ട്, പക്ഷെ വണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോരാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സ്കോർ ഭയങ്കര ആവറേജ്, അതിലും ബിലോ ആവറേജ് ഫീലായിരുന്നു. അതുകൊണ്ടാണ് പടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല പടത്തിന്, അതാണ് പറ്റിയത്. പിന്നെ പടം ഇത്രയും കയറി എന്ന് പറയാനായിട്ട് ഇപ്പം ഫസ്റ്റ് ടൈം ഹൈപ്പ് നല്ലോണം ക്രിയേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കുറേ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി, ആവറേജ് റെസ്പോൺസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത്ര ഹൈപ്പിൻ്റെ കളക്ഷനൊക്കെ കിട്ടി. പിന്നെ അത് ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ ഡൗൺ ആയതിനെ പിന്നെയും കയറി, പിന്നെ ഹൈപ്പ് കയറി.
ഇപ്പം ഏകദേശം ഫൈനൽ റൗണ്ടിലൊക്കെ ഏകദേശം ആയിരുന്നുള്ളൂ. 250 കോടി കളക്ട് ചെയ്തു. എന്തായാലും ഇതായി, ഇൻഡസ്ട്രി ഹീറ്റൊക്കെ ആയി, മഞ്ഞുമൽ ബോയ്സിനൊക്കെ വെട്ടിച്ച്. ഇനി എത്രത്തോളം പോകുന്നതാണ്. ഇനിയിപ്പോൾ കൂടി പോയാൽ 300 കോടി വരെ പോകുമെന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ പോക്ക് അതിന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇനി 10-ാം തീയതി പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ കളക്ഷനും കുറേ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇനി 300 കോടിയൊക്കെ എത്തുള്ളൂ എന്ന് എനിക്ക് തോന്നാം. എന്നാലും അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് തന്നെയാണ് നമ്മുടെ മലയാള സിനിമക്ക്. കുറേ അച്ചീവ്മെൻറ്റ്സ് നേടി. കാരണം ഫസ്റ്റ് ഡേ 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത്, അതായത് 67 കോടി എന്തോ. പിന്നെ ഡിയോടെ കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തകർത്ത് എത്ര 16 കോടി 16 കോടി കൊണ്ടാണ് കേട്ടത്. അത് കേട്ടി. പിന്നെ പറയാനാണെങ്കിൽ ഓവർസീസിൽ നിന്ന് മാത്രം 100 കോടി, തിയേറ്റർ ഷെയർ ആദ്യമായിട്ട് 100 കോടി കളക്ട് ചെയ്ത്. പിന്നെ വന്നിട്ട് UAE മാത്രം 50 കോടി കളക്ട് ചെയ്യണ ആദ്യം സിനിമയായി. പിന്നെ അങ്ങനെ കുറേ റെക്കോർഡ്സ് കിട്ടി അല്ലേ. ഇപ്പോൾ എന്തായാലും ഒരു പുതിയൊരു പാത്ത് ഇന്ത്യൻ മലയാള ഇൻഡസ്ട്രിക്ക് തുറന്നു വന്നിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും L3 വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ L3 ഇതിലും അടിപൊളിയായിട്ടും പിന്നെ സ്കോർ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ദീപക് ദേവിന് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ദീപക് ദേവിന് മ്യൂസിക് മാത്രം കൊടുത്തിട്ട് വേറെ ആർക്കെങ്കിലും സ്കോർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ L3 ഇപ്പോൾ നമുക്കൊരു ബാഹുബലി പോലെയോ KGF പോലെയോ ഒരു ഹൈപ്പ് ക്രിയേറ്റ് കിടപ്പുണ്ട്. L3 നല്ല രീതിയിൽ അന്ന് അടിക്കും, നല്ല കളക്ഷൻ അടിക്കും. അപ്പം എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ